കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ എന്താണ് ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് അതിന്റെ നെക്സ്റ്റ് ടോപ്പിക് റിലേഷൻസ്. റിലേഷൻ എന്നൊരു ആ ഒരു വേർഡ് കൊണ്ട് തന്നെ ഒരു കണക്ട് ചെയ്തുള്ള കണക്റ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും തമ്മിലുള്ള കണക്ഷൻ എന്നൊക്കെ തന്നെയാണ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വാക്ക് പോലെ തന്നെ നമ്മൾ ഒരു രണ്ട് സെറ്റ് എ സെറ്റ് ബി, ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ സെറ്റ് എ സെറ്റ് ബി, അതിൽ സെറ്റ് എയില് സ്മോൾ ലെറ്റർ എ ബി സി എന്ന എലമെന്റ്സും സെറ്റ് ബിയില് 1 2 3 4 5 എന്ന എലമെന്റ്സും ആണെങ്കിൽ ഞാനിപ്പോ ഒരു മൂന്നാല് കണക്ഷൻ എയും ബിയും സെറ്റ് എ സെറ്റ് ബി തമ്മിൽ ഒന്ന് രണ്ട് കണക്ഷൻസ് ചേർത്ത് വരച്ചിട്ടുണ്ട്. സ്മോൾ എ തൊട്ട് 1 വരെ, ബി ടു 2, ബി ടു 3, സി ടു 4, അങ്ങനെ ഒന്ന് രണ്ട് കണക്ഷൻസ് വരച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഓരോരോ കണക്ഷൻസ്, ഓരോരോ റിലേഷൻസിനെയാണ് ഈ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ റിലേഷൻ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പം എ ബി ഞാൻ പറഞ്ഞു. അപ്പൊ എ ക്രോസ് ബി എന്ന എലമെന്റ് എന്ന സെറ്റില് A1, A2, A3, etc. C5 എന്ന 15ഓളം എലമെന്റ്സ് കാണും. അതായത് എ ക്രോസ് ബിയിൽ 15 എലമെന്റ്സ് കാണും. ആ 15 എലമെന്റ്സ് ഉള്ള ആ ഒരു സെറ്റിനെയാണ് ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് സെറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ മാക്സിമം വരാവുന്ന റിലേഷൻസിന്റെ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എ അല്ലെങ്കിൽ ബി എന്ന ഈ രണ്ട് സെറ്റ് തമ്മിൽ കുറെ റിലേഷൻസ് പോസിബിൾ ആണ്. ഇപ്പൊ ജസ്റ്റ് എ ടു 1 മാത്രമായിട്ട് ഒരു റിലേഷൻ എടുക്കാം, ഇനി എ ടു 2 മാത്രമായിട്ട് ഒരു റിലേഷൻ എടുക്കാം. അങ്ങനെ ഇതിലെ ഓരോ എലമെന്റിനും മറ്റേ സെറ്റിലെ ഓരോ എലമെന്റുമായിട്ടും ഓരോരോ റിലേഷൻസ് സെപ്പറേറ്റ് ആയിട്ടും, അതോടൊപ്പം തന്നെ ഒരെണ്ണം ഉള്ളപ്പോൾ എക്ക് ഒരു റിലേഷൻ ഉള്ളപ്പോൾ കൂടെ ബിക്കും, അതായത് ഓരോരോ ഓർഡേർഡ് പെയർസ് ആയിട്ട് അങ്ങനെ കുറെ സെറ്റുകൾ, കുറെ എലമെന്റ്സ് ഉള്ള എലമെന്റ്സിന്റെ എണ്ണം വ്യത്യസ്തമായി വരുന്ന കുറെ സെറ്റുകൾ നമുക്ക് ഫോം ചെയ്തെടുക്കാം. കുറെ എണ്ണം നമുക്ക് ഏറെക്കുറെ എണ്ണം നമുക്ക് ഫോം ചെയ്തെടുക്കാം. അങ്ങനെ ഉണ്ടാക്കാവുന്ന സബ്സെറ്റുകളുടെ പേരാണ് റിലേഷൻ. ഒരു ക്രോസ് പ്രൊഡക്റ്റിന്റെ സബ്സെറ്റുകൾ, ഇപ്പം ഇതിന് എത്ര സബ്സെറ്റുകൾ ഫോം ചെയ്യാവോ അതെല്ലാം ഓരോരോ സെപ്പറേറ്റ് റിലേഷൻസ് തന്നെയാണ്. ഇനി ഈ എ ക്രോസ് ബി തന്നെ ഒരു ഒറ്റ ഫുൾ ഇതായിട്ട് എടുക്കുവാണെങ്കിൽ അതും ഒരു റിലേഷൻ തന്നെയാണ്. കാരണം ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്തുകൊണ്ടുള്ളത് തന്നെ ഉള്ളൂ. അതിപ്പോ എല്ലാം ഉൾപ്പെടുത്തുന്നതിന് ഒരു പ്രശ്നമില്ല, എല്ലാം ഉണ്ടെങ്കിലും അതും ഒരു റിലേഷൻ തന്നെയാണ്. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെറ്റ് എ ഇസ് ഈക്വൽ ടു 5 6 7 9 18, ബി ഇസ് ഈക്വൽ ടു 3 4 5 7 10. അതിൽ റിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. റിലേഷൻ ആർ ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി എന്നാണ് സാറിന് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത്. ഇതിനകത്ത് സെറ്റ് എ ടു സെറ്റ് ബിയില് റിലേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ, അതിൽ എക്സ് എന്ന് പറയുന്നത് സെറ്റ് എയിലെ എലമെന്റ്സും വൈ എന്ന് പറയുന്നത് സെറ്റ് ബിയിലെ എലമെന്റ്സും ആണ്. അതിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നാണ് പറഞ്ഞിരിക്കുന്ന റിലേഷൻ. ഇവിടെ എക്സിന്റെ വാല്യൂ 5 കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് വാല്യൂ 5 വരണം. പക്ഷെ 5 എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ബിയിൽ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. സെറ്റ് ബിയിൽ ഉണ്ട്, അതുകൊണ്ട് 5 എന്നത് അതിൽ 5 എന്നത് അതിലെ ഒരു എലമെന്റ് ആയിരിക്കും. രണ്ടാമത് നോക്കേണ്ടത് 7 അല്ല 6 പക്ഷെ ബിയിൽ ഇല്ല, അതുകൊണ്ട് 6 പോസിബിൾ അല്ല. അടുത്തത് 7 എയിലുണ്ട് ബിയിലും ഉണ്ട്, അതുകൊണ്ട് 7 എന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഓർഡേർഡ് പെയർ ആണ്. വേറെ നോക്കിക്കഴിഞ്ഞാൽ വേറെ പോസിബിൾ ആയിട്ട് ഇങ്ങനെ വരുന്ന ഓർഡേർഡ് പെയർസ് ഒന്നും തന്നെ ഇല്ല. അതായത് നമുക്ക് ആകെ വരുന്നത് 5 ഉം 7 ആണ്. ഈ രണ്ടെണ്ണം മാത്രമേ നമുക്ക് ഓർഡേർഡ് പെയർ ആയിട്ട് റിലേഷനിൽ വന്നിട്ടുള്ളൂ. പക്ഷെ എ എന്നും ബി എന്ന ഈ രണ്ട് എലമെന്റ്സ് രണ്ട് സെറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതായത് എയിലും ബിയിലും 5 എലമെന്റ്സ് വീതം ഉണ്ട്. പക്ഷെ നമ്മുടെ ഓർഡേർഡ് പെയർ ആയിട്ടുള്ള റിലേഷൻ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ആകെ രണ്ട് എലമെന്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ആ രണ്ട് സെറ്റുകൾ, അതിന്റെ റിലേഷൻ ഏത് രണ്ട് സെറ്റിൽ നിന്നാണോ ആ രണ്ട് സെറ്റുകളിലെ എല്ലാ എലമെന്റ്സും നമുക്ക് റിലേഷനിൽ വരണമെന്നില്ല. പകരം അതിലെ റിലേഷൻ എന്താണോ അതിനകത്ത് റിലേഷൻ ചെയ്യുന്ന റിലേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു എലമെന്റ്സ് മാത്രമുള്ള ആ ഒരു ഓർഡേർഡ് പെയർസ് അത് തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു സെറ്റിനാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെറ്റിനെ കാര്യം നോക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് എലമെന്റ്സ് സെറ്റ് എയും സെറ്റ് ബി അത് തമ്മിൽ
ഉണ്ടാക്കുന്ന ഒരു ക്രോസ് പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. കാരണം ഇത് വെച്ച് പല സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും. അതിലെ ഒരു സബ്സെറ്റ് മാത്രമാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ റിലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ റിലേഷനിനകത്ത് എത്ര എണ്ണം വരാം, എത്ര റിലേഷൻസ് പോസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സബ്സെറ്റ് പോസിബിൾ ആണോ അത്രയും തന്നെ റിലേഷൻസ് പോസിബിൾ ആണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ, let A be A, number of elements in B be B, then number of elements in A cross B is AB, and number of elements in relation is 2 raised to AB. അതായത് എത്ര സബ്സെറ്റ് പോസിബിൾ ആണോ അത്രയും റിലേഷൻസ് പോസിബിൾ ആണ്. അടുത്തത് എന്താണ് ഒരു ഫംഗ്ഷൻ? നമ്മൾ റിലേഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ സെറ്റ് എയിലെ എലമെന്റ്സിന് എത്ര ഇമേജ് വേണമെങ്കിലും സെറ്റ് ബിയിൽ ഫോം ചെയ്യാം. അതായത് റിലേഷൻസിലെ നമ്പർ ഓഫ് ഇമേജ് ഒരു എലമെന്റിന് ഒരു ലിമിറ്റ് ഇല്ല. പക്ഷെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഒരു എലമെന്റിന് ഒരൊറ്റ ഇമേജ് മാത്രം ആ സെറ്റിൽ ഫോം ചെയ്യാവുള്ളൂ. അതായത് ഇപ്പൊ സെറ്റ് എയിലെ എലമെന്റ് 1 എന്നൊരു എലമെന്റ് ഉണ്ടെങ്കിൽ സെറ്റ് ബിയിൽ അതിനൊരു ഒറ്റ ഒരു ഇമേജ് മാത്രമേ പോസിബിൾ ആയിട്ട് വരുള്ളൂ. നമ്മൾ അതിന് എക്സാമ്പിൾ എടുത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്ക്വയർ നമ്പർ എന്നൊരു എക്സാമ്പിൾ ആണെങ്കിൽ 1ന് വരാവുന്ന പോസിബിലിറ്റീസ് -1ഉം 1ഉം വരുന്നുണ്ട്. ഇവിടെ 1ന് 2 ഇമേജ് ഉണ്ട്, 1ഉം -1ഉം. ഈ ഒരു കേസിൽ ഇതൊരു റിലേഷൻ ആണ്, പക്ഷെ ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒരൊറ്റ ഇമേജേ വരാവുള്ളൂ. ഇവിടെ -1 ഇല്ലായിരുന്നുവെങ്കിൽ 1 2 3 ആയിരുന്നു സെറ്റ് എങ്കിൽ നമുക്ക് പറയാം ഇതിനകത്ത് 1 to 1 ഒരു റിലേഷൻ ഫോം ചെയ്യും. പക്ഷെ നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല, അതുകൊണ്ട് ഇതിന് ഒറ്റ ഇമേജേ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ ഒരു കേസിൽ ഇത് ഒരു റിലേഷൻ ആണ്, പക്ഷെ ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, എപ്പോഴും ഒരു ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിലേഷനകത്ത് ഒരു ഇമേജിന് ഒരു എലമെന്റിന് ഒരൊറ്റ ഇമേജ് മാത്രമേ പാടുള്ളൂ. ഇനി നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരൊറ്റ ഇമേജ് മാത്രമുള്ള റിലേഷൻസ് അല്ല, വേറെ പല റിലേഷൻസും പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ എപ്പോഴും ഒരു റിലേഷൻ ആണ്, പക്ഷെ ഒരു റിലേഷൻ എപ്പോഴും ഒരു ഫംഗ്ഷൻ ആണെന്നില്ല. ഇത് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് why a relation is not always a function or why always a function is a relation എന്നൊരു ചോദ്യം ചോദിക്കും. ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് ട്രൂ ഏതാണ് ഫോൾസ്, ഇത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിലയിരുത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു റിലേഷൻ ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒരു എലമെന്റിന് ഒരൊറ്റ ഇമേജേ കാണുള്ളൂ. പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഫംഗ്ഷനും ഒരു റിലേഷന്റെ സബ്സെറ്റ് ആണ്. പക്ഷെ ഈ എല്ലാ ഫംഗ്ഷനും ഒരു റിലേഷൻ ആവുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ കാരണം എല്ലാ റിലേഷനും ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ചോദിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു 3 എക്സാമ്പിൾ 3 സബ്ഡിവിഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ 3 എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു കണ്ടിരിക്കുന്നത് മോസ്റ്റ്ലി ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതില് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്, 3 റിലേഷൻസ് തന്നിട്ടുണ്ട്. റിലേഷൻസ് അതിന്റെ റിലേഷൻ ആയിട്ട് ഓർഡേർഡ് പെയർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം ആ റിലേഷൻസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് എക്സാമിൻ വെദർ ദ ഗിവൻ റിലേഷൻസ് ആർ ഫങ്ഷൻസ്. നമ്മൾ ഇത് നോക്കിയിട്ട് അത് ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് പറയുക. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ രണ്ട് കോളം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സെറ്റ് എ സെറ്റ് ബി ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക. അതില് സെറ്റ് എ നോക്കി കഴിഞ്ഞാൽ 2 1 ഫസ്റ്റ് എലമെന്റ്, അതായത് എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആണ് സെറ്റ് എ, വൈ എന്ന് പറയുന്ന എലമെന്റ് ആണ് സെറ്റ് ബി. അപ്പൊ ഈ ഒരു റിലേഷൻ കണ്ടു കഴിഞ്ഞാൽ
2 3 4 2 3 4 സെറ്റ് എയിലും 1 and 2 സെറ്റ് ബിയിലും വരും. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 1 3 1 4 2. നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എ എലമെന്റ് ഹാസ് ഓൺലി വൺ ആൻഡ് ഓൺലി ഇമേജ് എന്നാണ്. അതായത് ഒരൊറ്റ ഇമേജ് ഒരു എലമെന്റിന് പാടുള്ളൂ. ഇവിടെ ഓരോ എലമെന്റിനും ഓരോ ഇമേജ് വീതം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെറ്റ് ബിയിലെ ഒരു ഇമേജിന് രണ്ട് പ്രീ ഇമേജ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു ഇമേജിന് അല്ല ഒരു എലമെന്റിന് എത്ര ഇമേജ് സെറ്റ് ബിയിൽ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ സെറ്റ് എയിലെ മൂന്ന് എലമെന്റ്സിനും ഓരോ ഇമേജ് വെച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒരു ഫംഗ്ഷൻ ആണ്. ഹെൻസ് ദ ഗിവൺ റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. രണ്ടാമത്തെ റിലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻ 2 2 2 4 3 3 4 4. അതിനെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. 2 3 4 സെറ്റ് ബിയില് 2 3 4. ഇനി നമുക്ക് ആരോ ഇട്ട് റെപ്രസെന്റ് ചെയ്യാം ഓരോ റിലേഷൻസ്. 2 2 4 3 3 4 4 നമ്മൾ റെപ്രസെന്റ് ചെയ്തു. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ഓരോ ഇമേജിനും ഓരോ എലമെന്റ്സ് വെച്ച് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന് രണ്ട് ഇമേജ് ഉണ്ട്. 2 എന്ന എലമെന്റിന് സെറ്റ് ബിയിൽ 2 എന്ന ഇമേജും 4 2 2 2 4 അങ്ങനെ രണ്ട് ഇമേജസ് കാണുന്നുണ്ട്. അത് രണ്ട് ഇമേജ് ഉള്ളതുകൊണ്ട് ആ ഒരു റിലേഷൻ ഒരു ഫംഗ്ഷൻ അല്ല. നമ്മൾ നേരത്തെ ഫംഗ്ഷന്റെ ഇക്വേഷൻ ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എ ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ വിത്ത് വൺ ആൻഡ് ഓൺലി ഇമേജ് എന്നാണ്. ഒരൊറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ എങ്കിൽ മാത്രമേ ആ ഒരു റിലേഷനെ ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് 2 എന്ന എലമെന്റിന് രണ്ട് ഇമേജ് സെറ്റ് ബിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹെൻസ് ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ 1 2 2 3 3 4 4 5 5 6 and 6 7. ഇതിനെ നമ്മൾ ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് എയില് 1 2 3 4 5 6 സെറ്റ് ബിയില് 2 3 4 5 6 7 അങ്ങനെ 6 എലമെന്റ്സ് വെച്ചാണ് ഉള്ളത്. നമ്മൾ അതിനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 അങ്ങനെ 6 എലമെന്റ്സിനും ഓരോരോ ഇമേജ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇതിൽ ഓരോ എലമെന്റിനും ഓരോ ഇമേജ് വെച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു റിലേഷനും ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അപ്പം ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും ഓരോ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ. ഒരു റിലേഷൻ എന്താണ്, ഒരു ഫംഗ്ഷൻ എന്താണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണ്, പിന്നെ എന്താണ് ഒരു റിലേഷനും ഫംഗ്ഷനുള്ള വ്യത്യാസം, ഒരു റിലേഷൻ എപ്പോഴൊക്കെയാണ് ഒരു ഫംഗ്ഷൻ ആവുന്നത്. ഇനിയുള്ള ടോപ്പിക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, അങ്ങനത്തെ കുറച്ച് ചെറിയ ഒന്ന് രണ്ട് ടോപ്പിക്കുകളേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ് കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കോടെ കുറച്ച് 2-3 എക്സാമ്പിൾസും എല്ലാം കൂടെ ചേർത്ത് ഈ ചാപ്റ്ററിന് വൈകിട്ട് ഇതിന്റെ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരെയാണ്. ബൈ.